നമുക്ക് ആ എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്ന് വെച്ച് ചുറ്റുമുള്ള ആളുകൾക്ക് അത് വരില്ല, അല്ലെങ്കിൽ ആരും വേദനയിലൂടെ പോകുന്നില്ല, അല്ലെങ്കിൽ ആർക്കും ഒരു ഡിഫിക്കൽട്ട് ടൈം ഇല്ല എന്ന് ദയവേത് വിചാരിക്കരുത്. ഹലോ, ഹായ്, ഐ എം ലൂയിസ റോയ് ആൻഡ് ഐ എം ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ അബൌട്ട് ഡിപ്രഷൻ കുറെ ആളുകളായിട്ട് ഇന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. സോ എല്ലാവരുടെയും ഒരു കോമൺ റെസ്പോൺസസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ് വാസ് ക്ലാസ്സിൽ കാമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്നത്, വിയേർഡ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കുന്നത്, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ചിരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് കുറെ ആളുകൾ കേൾക്കാനുണ്ട്, പക്ഷെ ഞങ്ങൾ ആണുങ്ങൾക്ക് ആരും കേൾക്കാനില്ല, അതുകൊണ്ട് ആണുങ്ങളിൽ കൂടുതലാണ്, ആണുങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ ഒപ്പീനിയൻ വാസ് ലൈക്ക് എനിക്കിത് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദ റെസ്പോൺസിൽ നിന്ന് മനസ്സിലായത് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് ത്രൂ സോഷ്യൽ മീഡിയ ആണ്. കുറച്ച് കുട്ടികളോട് സംസാരിച്ചപ്പോൾ ദേ സഡൻലി പോയിന്റഡ് ദ ഫിംഗേഴ്സ് ടു വൺ പേഴ്സൺ. അവരെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ചിരിക്കുകയാണ്. അപ്പൊ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവയർനെസ് തീരെ കുറവാണ്. ചില കുട്ടികൾക്ക് അവര് വളരെ അവെയർ ആണ്. അവർ അവെയർ ആവാനുള്ള കാരണം അവരുടെ ഫാമിലീസിലോ അവരുടെ റിലേറ്റീവ്സിലോ ഒക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇഫ് സംവൺ വാണ്ട്സ് ടു ടോക്ക് ടു യു, പ്ലീസ് ഗിവ് ദം എ സ്പേസ്. അത് ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക, കളിയാക്കാതിരിക്കുക. നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചിരിച്ച് കളിയാക്കുവാണ്. സോ അവിടെ ഒരു മോട്ടിവേഷൻ പോലും ഒരാൾക്ക് ഉണ്ടാവില്ല. അവരുടെ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യില്ല, അവര് ആരോടും തുറന്ന് സംസാരിക്കില്ല. മോർ ദാൻ ദാറ്റ് ദേ വോണ്ട് ഈവൻ തിങ്ക് ഓഫ് ടേക്കിംഗ് ഹെൽപ്പ്. എത്രയോ ആളുകളാണ് ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ട് മരണപ്പെട്ടിട്ടുള്ളതെന്നറിയോ? സോ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. ഡ്യൂറേഷൻ നമ്മൾ ചെക്ക് ചെയ്യും, ഇത്ര സിംറ്റംസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുണ്ട്. സോ അത് നമ്മൾ കുറച്ചുനാൾ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ചുറ്റുമുള്ള ആളുകൾ നോട്ടീസ് ചെയ്ത് തുടങ്ങും. ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണെന്ന് നമ്മൾ പറയാം. അതൊരു പ്രൊഫഷണൽ ആയിരിക്കും അത് ഡയഗ്നോസ് ചെയ്യുക, ഒരിക്കലും സെൽഫ് ഡയഗ്നോസ് ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ട് അതെനിക്കുണ്ട് എന്ന് പറയാതിരിക്കുക. അവർ ബുദ്ധിമുട്ടുന്നത് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. ബട്ട് അതിനെക്കാളും ഉപരിയായിട്ട് പ്ലീസ് സജസ്റ്റ് തെറപ്പി ഫോർ ദം. ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേര് ചോദിച്ചു, നിങ്ങൾ ഈ തെറാപ്പി, നിങ്ങൾ ഈ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പത്തെ ഒരു ട്രെൻഡ് അല്ലേ? അങ്ങനെയൊക്കെ കുറെ മിസ്കൺസെപ്ഷൻസ്, കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇത് ഫേസ് ചെയ്തു. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അത്രേനെ ആരും കൊടുക്കുന്നില്ല. സ്റ്റിൽ അങ്ങനെയാണ് ആൾക്കാർ കണ്ടീഷൻഡ് ആയിരിക്കുന്നതെന്നുള്ളത് ആക്ച്വലി എനിക്കും അതൊരു പുതിയ അറിവെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇറ്റ് വാസ് ഷോക്കിംഗ് ഫോർ മീ സംവെയർ. പ്ലീസ് ഡോണ്ട് മോക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. നമുക്ക് ആ ഇന്റൻസിറ്റിയോ നമുക്ക് അവരുടെ അവസ്ഥയോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വെച്ചാൽ അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ചുറ്റുമുള്ള ആളുകൾക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു റീച്ച് ഔട്ട്, പ്ലീസ് ടേക്ക് ഹെൽപ്പ്.